വയർ കുറയ്ക്കാൻ വേണ്ടി ചില ആളുകൾ ഇതുപോലെ കിടന്നുകൊണ്ട് കാല് മാത്രം പൊക്കുന്നത് നിങ്ങൾ കണ്ടു കാണും. എന്നാൽ ചില ആളുകൾ ഇതുപോലെ സ്പൈനും കൂടെ ബെൻഡ് ചെയ്തുകൊണ്ട് വയറിന് ചെയ്യുന്നതും നിങ്ങൾ കണ്ടു കാണും. ഇതിലേതാണ് ശരിക്കും വയറിനുള്ള ഈ എക്സസൈസ് എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. ഇത് രണ്ടും രണ്ട് എക്സസൈസ് ആണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. കിടന്നുകൊണ്ട് കാലുകൾ മാത്രം ഉയർത്തുവാണെങ്കിൽ ഈ മൂവ്മെന്റിന്റെ പേര് ഹിപ്പ് ഫ്ലെക്ഷൻ എന്നാണ്. ഈ ഒരു മൂവ്മെന്റിൽ പ്രധാനമായ വർക്കിംഗ് മസിൽ എന്ന് പറയുന്നത് ഈലിയോസ്പോയസ് ആണ്, അല്ലാതെ വയറിന്റെ മസിലായ റെക്ടസ് അബ്ഡോമിനസ് അല്ല. വയറിൻ്റെ മസിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ലോവർ ബാക്ക് ബെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ ലുംബാർ ഫ്ലെക്ഷൻ ചെയ്യണം. അതിന് കിടന്നുകൊണ്ട് നിങ്ങൾ കാല് മാത്രം പൊക്കിയാൽ പോരാ, നിങ്ങളുടെ ലോവർ ബാക്കും ഹിപ്പും കൂടെ ബെൻഡ് ചെയ്യണം. ചില വീഡിയോസിൽ ലെഗ് റേസ് ചെയ്താൽ റെക്ടസ് അബ്ഡോമിനസ് അല്ലെങ്കിൽ വയറിൻ്റെ മസിലിന് ഒരു മൂവ്മെൻറ്റും ഇല്ലെന്ന് ചില ആളുകൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ അത് തെറ്റാണ്. നമ്മളുടെ സ്പൈൻ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി ഐസോമെട്രിക് കോൺട്രാക്ഷൻ എപ്പോഴും നമ്മളുടെ വയറിൻ്റെ മസിലിനുണ്ട്. അതുപോലെ ലെഗ് റേസ് ചെയ്യുമ്പോൾ ചെറുതായി ആൻറ്റീരിയർ പെൽവിക് ടിൽറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ആ സമയത്ത് നമ്മുടെ റെക്ടസ് അബ്ഡോമിനസ് വർക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ പ്രോപ്പർ കോൺട്രാക്ഷൻ വയറിൻ്റെ മസിലിന് കൊടുക്കണമെങ്കിൽ നമ്മൾ സ്പൈൻ ഫ്ലെക്ഷൻ ചെയ്യണം. അതിന് ഏറ്റവും നല്ലത് റിവേഴ്സ് ക്രഞ്ചസ് ആണ്. അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ആദ്യമായി നമ്മൾ കിടക്കുമ്പോൾ നമ്മുടെ ലോവർ ബാക്ക് ഫ്ലോറുമായിട്ട് ടച്ച് ചെയ്തിരിക്കേണ്ടതാണ്. അങ്ങനെ ഇരുന്നില്ലെങ്കിൽ ഒരു പ്രോപ്പർ എൻഗേജ്മെൻറ്റ് നമ്മളുടെ കോർ മസിൽസിന് ലഭിക്കില്ല. അടുത്തത് കാലിൻ്റെ മുട്ട് ശകലം ബെൻഡ് ചെയ്ത് പിടിക്കുക. കോർ മസിൽസ് നല്ലതുപോലെ ടൈറ്റ് ആക്കി എൻഗേജ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മുടെ കാലിൻ്റെ മുട്ടുകൾ നെഞ്ചിലേക്ക് മാക്സിമം അടുപ്പിക്കുക. അടുപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഹിപ്പും അതുപോലെ ലോവർ ബാക്കൂടെ ശകലം ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇത്രയും കൊണ്ടുവന്നതിന് ശേഷം പതുക്കെ കൺട്രോൾ ചെയ്ത് താഴേക്ക് കൊണ്ടുവരിക, ഇവിടം വരെ കൊണ്ടുവരിക, വീണ്ടും പതുക്കെ റിപ്പീറ്റ് ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടി അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന കാര്യം നിങ്ങൾ മറക്കരുത്.